ഹായ്. ഇന്ന് നമ്മളെ രണ്ടാമത്തെ ഷൂട്ടിൻ്റെ എന്താ പറയുക ഒരു മീറ്റിംഗ് ഉണ്ട്, ഡിസ്കഷന് വേണ്ടി വന്നിരിക്കുകയാണ്. ഞാനും അതിന് മാത്രമേ എത്തിയിട്ടുള്ളൂ. എന്നും ബാക്കിയുള്ള ആൾക്കാരെത്താണ്ട് ഡിസ്കഷനേ നടക്കുന്നുള്ളൂ. ഡിസ്കഷനേ നടക്കുന്നുള്ളൂ. ഒരെണ്ണം കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ ബാക്കിയുള്ളതെല്ലാം നോക്കണം. ഇനിയും പിള്ളേർ വരാനുണ്ട്. ബാക്കി ഒരു ക്ലയൻറ്റും കൂടി ഉണ്ട്. ഞാൻ മീറ്റിംഗ് കൂടി തീർത്തിട്ട് വേണം. അത്യാവശ്യം നല്ല ക്ലയൻറ്റാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിലൂടെ പിടിച്ച് കയറാൻ പറ്റും നോക്കട്ടെ. നോക്കട്ടല്ലേ, ഒക്കെ സെറ്റാവും. അപ്പോൾ നമ്മൾ ഡിസ്കഷൻ തന്നെ നടന്നുകൊണ്ടൊക്കെയാണ്. കാര്യങ്ങളൊക്കെ ഓക്കെ ആയി തുടങ്ങി. പിന്നെ ഷൂട്ട് ഒരു 5-6 കിട്ടിയിട്ടുണ്ട്. ആ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ഒന്ന് റെഡി ആയിട്ട് ആണെന്നായിരുന്നു. അല്ലാതെ തന്നെ ഇപ്പോൾ ഉള്ള മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു മോഡലിന് കിട്ടിയില്ല. ആ മോഡലിന് വേണ്ടിയുള്ള സെർച്ചിലാണ് ഇപ്പോൾ ഈ 5. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് എടുക്കണം. ഇന്നത്തെ മീറ്റിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താ വെച്ചാൽ നല്ലൊരു മോഡലിനെ വേണ്ടി സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നോക്കണം ബാക്കിയുള്ളൊക്കെ എങ്ങനെയാണ് മോഡലിനെ കിട്ടുന്നൊക്കെ. 2-3 ആൾക്കാരൊക്കെ കാസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടുതൽ ആൾക്കാർ തന്നെയാണ്. ഇപ്പോൾ ബാക്കിയുള്ള ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് എടുക്കുകയും ചെയ്യാം. പക്ഷേ കുറേ ദൂരം ട്രാവൽ ചെയ്യേണ്ടതൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് അതൊന്നും കിട്ടിയില്ല. കുറേ ആൾക്കാരെ വിളിച്ചു നോക്കി. മീറ്റിംഗും പരിപാടിയും ഡിസ്കഷനൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ ഇപ്പോൾ വിട്ടുപിടിക്കുന്നത് SM-ലേക്കാണ്. ഒരു ഷൂ എടുക്കണം, എന്നിട്ട് നേരെ മിൻഹാജിൻ്റെ വീട്ടിലേക്ക് പോകണം. ഓന് ഇഷ്ടപ്പെട്ട ഷൂ തപ്പി നമ്മൾ പല കടയിൽ കയറി. അവസാനം നമ്മൾ SM-ലെല്ലാം എത്തു. അങ്ങനെ SM-ലേക്കും പോയി. പിന്നെ മൊത്തം SM തന്നെ. ഉദ്ദേശിച്ചൊരു ഷൂ തപ്പി ഞങ്ങൾ SM മൊത്തം നടന്നു വെച്ചാൽ SM ഏകദേശം കംപ്ലീറ്റ് ചെയ്ത്. അങ്ങനെ അവസാനം ഞങ്ങൾക്ക് ഷൂ കിട്ടി. അതിനുശേഷം എന്ത് ചെയ്യണം, സമയം ഉണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് മൊത്തം SM കയറി കറങ്ങി. ചുമ്മാ തന്നെ കറങ്ങി. സമയം വൈകിയപ്പോൾ നേരെ ഓൻ്റെ വീട്ടിലേക്ക് വെച്ച് പിടിച്ച്. കുറച്ച് ദൂരം ഉണ്ടായിന്. ഒരു മണിക്കൂർ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ നേരെ എന്താ പറയുക നടുവണ്ണൂർ ഓൻ്റെ നാട്ടിൽ നമ്മൾ മിൻഹാജിൻ്റെ വീട്ടിലെത്തിക്കാന്ന്. ഇന്ന് എന്നെ കൊണ്ട് നോമ്പൊക്കെ എടുപ്പിച്ചിട്ട് വേണ്ട ഇന്ന് നോമ്പ് തുറക്കാന്ന് പറഞ്ഞാൽ വിളിച്ചോണ്ട് നിൽക്കി. അപ്പോൾ ഉള്ളിൽ കയറിയിട്ട് ബാക്കിയുള്ളതെല്ലാം നോമ്പ് തുറന്നിട്ട് കഴിക്കാം. മിൻഹാനെ കണ്ട് മിൻഹാൻ്റെ ഒരു മിനി കോപ്പി അനിയൻ കിടന്നുറങ്ങുകയാണ്. ശരിയപ്പെടുന്നില്ല. നേരെ വന്ന് അവിടെ ഒരു ചെറുതുണ്ട്, പക്ഷേ അതിനെ അവിടെ റിവീൽ ചെയ്യുന്നില്ല. മിൻഹാൻ്റെ പുതിയ ന്യൂ ബോൺ, മിൻഹാൻ്റെ അല്ല മിൻഹാൻ്റെ പാപ്പാൻ്റെ, മിൻഹാൻ്റെ സിസ്റ്റർ ജ്യൂസ് അടിക്കാൻ വരുന്നതാണ്. ജ്യൂസ് അടിക്കാൻ വരുന്നതല്ല, എന്നും ടൈമുണ്ട്, ചടച്ചുകൊണ്ടിരിക്കേണ്ടി വരും. എന്നാലും ജ്യൂസ് അടിക്കുന്നത്. അങ്ങനെ നമുക്ക് മിൻഹാൻ്റെ ചെറിയ അനിയത്തി എണീച്ചിരിക്കുകയാണ്. എണീച്ച് കഴിഞ്ഞാൽ മിൻഹാൻ്റെ ഡ്യൂട്ടിയാണ് നോക്കേണ്ടത്. ജ്യൂസ് അടിക്കാനും പറഞ്ഞ് ഇറങ്ങിയതാണ്. കുട്ടീനെ കണ്ടപ്പോൾ കുട്ടീനെ എടുത്താളെ. അങ്ങനെ നമ്മളെ കുട്ടീനെ ഉറങ്ങിക്കിടക്കുന്ന കുട്ടീനെ വിളിച്ചെണീപ്പിച്ചുകൊണ്ട് തന്നെ ഉമ്മയ്ക്ക് പണിയായി. ഉമ്മ കുട്ടീനെ ഉറക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കിച്ചൺ ഡ്യൂട്ടി ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നു. അങ്ങനെ ഷെഫ് മിൻഹാജും അസിസ്റ്റൻറ്റ് ഷെഫ് ഞാനും കൂടി ബാക്കിയുള്ള പണി ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. കട്ട്ലേറ്റ് പൊരിക്കണം, പത്തക്ക ജ്യൂസ് ഉണ്ടാക്കണം, മറ്റേ എന്താണ് വേണ്ട ബാക്കിയുള്ള പയമ്പുരി ഉണ്ടാക്കണം. അടുക്കള ഡ്യൂട്ടി ഞങ്ങൾക്ക് ഏൽപ്പിച്ചിട്ട് ഉമ്മ പോയിരിക്കുകയാണ്. വൈകാതെ തന്നെ ഉമ്മ എത്തും എന്നുള്ള പ്രതീക്ഷയിൽ ഞാനും ഇവരും കൂടി വത്തക്ക മാത്രം കട്ട് ചെയ്തെടുക്കും. അല്ല പോട്ടെ എല്ലാവരും കൂടി വേണ്ടേ. ആ ഷെഫിൻ്റെ പ്രൊഫഷണലിസം ഏതാ കട്ട്. ഇവിടുത്തെ ജ്യൂസ് മേക്കർ എന്നൊക്കെയാണ് പറയുന്നത്. ജ്യൂസ് കുടിച്ചു ആകെ വത്തക്ക മുറിച്ചിട്ടിട്ട് പിന്നെ പഞ്ചാര ഉപയോഗിക്കുന്നില്ല ജ്യൂസ്. സർബത്ത് സർബത്ത് നാളെ ഹൈലൈറ്റ് പോകണ്ടാന്ന്. അപ്പോൾ ഇതെല്ലാം കുടിച്ചിട്ട് അവസാനം ഞാൻ വഴിയിലാവോ അല്ലെങ്കിൽ അവിടെ വരെ പോയി കിടക്കേണ്ടി വരുമോ എന്ന് എനിക്കറിയില്ല. ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്ക് ഡൗട്ടില്ല, അത് ഉമ്മ ഉണ്ടാക്കിയാണ് പ്രശ്നമില്ല. ജ്യൂസിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ടുണ്ട്, അത് ഇവൻ ഉണ്ടാക്കുന്നതായതുകൊണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ ഷെഫിന്? ഇവിടെ ഞാൻ കുടിച്ചിട്ടാണ്, പക്ഷേ ഞാൻ ഉണ്ടാക്കിയിട്ടാണ് കുടിക്കൽ. ഓക്കെ. ഷെഫ് ഇവിടെ കുതിന് നമ്മൾ തള്ളുന്നുണ്ട്. ഷെഫ് എന്തൊക്കെ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ? ഓക്കെ ഓക്കെ. തോട്ട്സ് ഓഫ് മിൻസിൽ ഉണ്ടാവും നിന്റെ ചാനൽ തോട്ട്സ് ഓഫ് മിൻസിൽ മോട്ടിവേഷൻ മാത്രമല്ലാണ്ട് കോഴിക്കറി ഉണ്ടാക്കുന്നുണ്ടല്ലേ? എല്ലാ പരിപാടിയും. ഓ സകല കല എല്ലാവരും തന്നെ. എല്ലാം ഉമ്മ വന്നിട്ട് പറയണം. ഉണ്ടാക്കിട്ടോ ആർക്കൊന്നും പറ്റില്ല, കണ്ടാ മതി ഇതൊക്കെ. ഷെഫ് പറഞ്ഞ കട്ട്ലേറ്റ് പൊരിക്കാനുള്ള സാധനം, കട്ട്ലേറ്റുള്ള ഫുൾ സംഭവം ഉമ്മ സെറ്റാക്കി വെച്ചിട്ട് പോയിക്കുക. അത് എണ്ണയിലിട്ട് എടുത്താൽ മതി. അതിപ്പോൾ ഉമ്മ ഇടേണ്ടി വരും അല്ലേ?
എന്നാൽ പിന്നെ നമ്മൾ ഉണ്ടാക്കാന്ന് പറയണോ? ഉമ്മ ഉണ്ടാക്കുന്നതിൻ്റെ പറഞ്ഞാൽ പോരെ. നോമ്പ് എനിക്കോ കൊണ്ട് പറഞ്ഞ അടുപ്പിക്കുകയും ചെയ്തു. എനിക്ക് ഇതിപ്പോൾ 4ാമത്തെ നോമ്പാണ്. എന്ത് ചെയ്യാനാ? അത് തന്നെ എല്ലാം വലിയൊരു ഇതാക്കെ തന്നെ ഉണ്ടാവും. വിശ്വാസമില്ലല്ലോ നമ്മൾ വേറൊരാളെ വിശ്വാസത്തിൽ കയറി കളിക്കരുതെന്നാണ്. അപ്പോൾ നമ്മളിന്ന് നോമ്പൊക്കെ വരുമ്പോൾ നോമ്പെങ്കിലും എടുക്കണ്ടേ? അല്ലെങ്കിൽ നമ്മൾ ഒരുമാതിരി കേരള സ്റ്റോറി പോലെ ആയി പോകില്ലേ? സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഇതിലുണ്ട് എന്ന് പറഞ്ഞിട്ട് സർബത്താ അല്ലേ സ്പെഷ്യൽ? ഡയലോഗായിട്ടപ്പോൾ ഞാൻ വെച്ച് വേറെന്തോ സാധനമൊക്കെ എടുത്തിടാൻ പോകുന്നുണ്ട്. മറ്റേ ഐക്കോണിക് സാധനം എടു. അത് തന്നെ ഈ സാധനം പുറത്തു വരുമ്പോൾ അതുപോലെ പുറത്തു വരേണ്ടതാണ്. പക്ഷേ നിങ്ങളെല്ലാം സമ്മതിച്ച് സീനെന്ന് വെച്ചാൽ ഇത്രയും നോമ്പെല്ലാം പിടിച്ചിട്ട് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പിടിച്ച് നിൽക്കണ്ടേ? ആ മനക്കെട്ടി ഏതാ സംഭവം. ഞാനിവിടെ നോമ്പെടുത്തിട്ട് വയറിന് എന്താ പറയുക, തൃശ്ശൂർ പോലും പൊട്ടുമ്പോൾ പൊട്ടുന്നുണ്ട്. എനിക്ക് വിശന്നിട്ടാണെന്ന് വെച്ചാൽ രക്ഷയില്ല, സമയത്ത് ആകുന്നില്ല. വാങ്ങി നേരത്തെ കൊടുക്കാൻ പറ്റുമെന്ന് ഒരു ആലോചിക്കുക. എന്നും പലവണം മധുരം ഉണ്ടോ നോക്കണം. നോമ്പാണ് മനസ്സിലാ. ശരിയായി. മറക്കാൻ പാടില്ല. ഉമ്മ തിരിച്ചു വന്ന് ഇനിയിപ്പോൾ കിച്ചൺ ഡ്യൂട്ടി ഉമ്മക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ കറക്റ്റ് അളവിൽ മുറിച്ച ത്രികോണ സാധനം. ഒരു മാറ്റമില്ലല്ലോ, ഫുള്ള് ത്രികോണം. ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടാ. പൂ വിരിയുന്ന എഫക്റ്റ്, കളർ എഫക്റ്റ്. നാലാൾ കാണട്ടെ ഈ പണിയെടുക്കുന്നുണ്ട്. എടാ വലിയൊരു പണി കിട്ടിയടാ. മൈക്ക് ഓഫാ. നോർമൽ വോയിസ് അല്ലേ? പുറത്ത് പോകുമ്പല്ലേ പ്രശ്നമുള്ളൂ. ഇല്ല നോമ്പല്ലേ. ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തട്ടുന്നുണ്ട്, അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. പൂ ഉണ്ടാക്കുന്നില്ലേ? വേണ്ട. ഇനി കിച്ചൺ ഡ്യൂട്ടി ഹാൻഡ് ഓവർ ആയിട്ട് നമ്മൾ പോവാ. ഓക്കെ. അതോട്ടിൽ തിരിയുന്നുണ്ട്. ഫേസ് ഇപ്പോൾ റിവീൽ ചെയ്യണ്ട. അങ്ങനെ നമ്മളെ യൂട്യൂബർ മിൻഹാജ് പൂക്കി മോഡിലേക്ക് ഓണായിരിക്കുകയാണ്. കുട്ടിയെ കളിപ്പിക്കേണ്ടിട്ട് പൂക്കി മോഡിലേക്ക് ഓണായ മിൻഹാജ് കുട്ടിയുമായി പൂക്കി സ്ലാങ്ങിൽ സംസാരിക്കുന്നു. കുട്ടി സ്ലാങ്ങിൽ സംസാരിക്കുന്നു. അവസാനം ഖത്തറിലുള്ള നമ്മളെ മിൻഹാജ് ഖാൻ്റെ പാപ്പ ഒരു ഹായ് പറഞ്ഞത്. ക്യാമറ എന്നറിയാണ്. ഹായ്. ഞാൻ എപ്പോ വേണേലും വരാം. അങ്ങനെ നമ്മൾ ഓരോ ഐറ്റങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഷെഫിൻ്റെ ഐറ്റം ഇതുവരെ പുറത്തിറങ്ങിയില്ലെങ്കിലും നമ്മളെന്താ ഷെഫിൻ്റെ ഐറ്റത്തിന് വേണ്ടി കൂടി കാത്തിരിക്കുകയാണ്. മാസ്റ്റർ ഷെഫിൻ്റെ ശർമ്മ അന്ന് കണ്ടിട്ടുണ്ടോ? അതല്ല മറ്റേ കൈ കാണിച്ചില്ലെങ്കിൽ താഴോ എല്ലാം എടുത്തിട്ട് വാ ചന്ദ്രേട്ടാ, എല്ലാം കൊണ്ടുവാ. പച്ചവെള്ളം കുടിച്ച് നോമ്പ് തുറന്നതിന് ശേഷം ഷെഫിൻ്റെ മെയിനായിട്ട് പേര് തിരട്ടിയില്ല, കുറിച്ച് ബാക്കിയുള്ള എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നു. ഷെഫ് കുടിച്ചോട്ടെ. അങ്ങനെയുള്ള സ്റ്റാർട്ടർ കഴിഞ്ഞ് നല്ല എന്താ പറയുക കട്ട്ലേറ്റ്
പഴംപൊരി അങ്ങനെ ചില സാധനങ്ങളും പിന്നെ കരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ നോമ്പ് തുറന്നു. നോമ്പ് തുറന്നു കഴിഞ്ഞ് ഇതാ കിടക്കുന്ന വലിയ എത്ത പോലെ കിടക്കുന്നുണ്ട് നമ്മളെ മിൻഹാജ് സാറ്. ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ പറയുക അടുത്ത മെയിനിലേക്ക് കിടക്കാനുള്ള റെസ്റ്റിലാണ്. ബാത്റൂമിലെല്ലാം പോയി മെയിനിലേക്ക് കിടക്കാനുള്ള ആക്കിയിട്ട് ബാക്കി മൊത്തം മെയിനിൽ അങ്ങനെ നമ്മൾ സ്റ്റാർട്ടറിന് മെയിനിലേക്ക് കിടക്കാൻ പോകാണ്. ഓരോന്ന് കാര്യങ്ങൾ വരുന്നത് ബാക്കിയുള്ള ഓൺ ദ വേ ആണ്. കഴിക്കാൻ തുടങ്ങിയതല്ലേ. എല്ലാം കഴിഞ്ഞതിന് ശേഷം മിൻഹാജിന്റെ വീട്ടിൽ നിന്ന് കെട്ട് പുതിയായിട്ട് ഞാൻ ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്ത് നേരെ എൻ്റെ വീട്ടിലേക്ക് എത്തി വിളിച്ച്. അതോടെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ബൈ ബൈ. കിടന്നുറങ്ങുക.